പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അർജന്റീനയുടെ പരാജയത്തിലേക്ക് നയിക്കാൻ ഒരു WWE താരം കൂടി കാരണമായിട്ടുണ്ട് എന്ന രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അത് മറ്റാരുമല്ല, ഡാൻ ഹൗസൻ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഡാൻ ഹൗസൻ എന്ന് പറയുന്ന റെസ്ലറിനെ കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാകും. അദ്ദേഹം ശപിച്ചിട്ടുള്ള, അതിപ്പോൾ റെസ്ലേഴ്സ് ആണെങ്കിലും ടീം ആണെങ്കിലും അവർ കൃത്യമായി പരാജയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഫൈനൽ മത്സരത്തിന് മുൻപ് ഫനാറ്റിക് ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഓട്ടോഗ്രാഫൊക്കെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാൻ ഹാൻസിൻ്റെ അടുത്ത് ഒരു ആരാധകൻ ചോദിച്ചു, ഈ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ആരെയാണ് ശപിക്കുന്നത് എന്ന്. അപ്പോൾ അർജന്റീന എന്നാണ് യാതൊരുവിധ മടിയും കൂടാതെ ഡാൻ ഹൗസൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏകപക്ഷീയമായിട്ടുള്ള സ്പെയിൻ്റെ വിജയമായിരുന്നു അർജന്റീനയ്ക്കെതിരെ ഫൈനൽ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ജസ്റ്റ് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഡാൻ ഹൻസൺ കർസ് ചെയ്തു, ശപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ശാപം കറക്റ്റായി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ രസകരമായ രീതിയിൽ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഇന്ന് കൺഫേം ചെയ്തിട്ടുള്ളത് ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറും സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസും തമ്മിലുള്ള മത്സരമാണ്. നിക് ഓൾഡിസിൻ്റെ ഈ മത്സരത്തിൻ്റെ ഗ്രാഫിക്സ് ആയിട്ട് അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു പിക്ചർ കണ്ടാൽ അത് നിക് ഓൾഡിസ് ആണെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം WWE വളരെ വ്യത്യസ്തമാർന്ന ഒരു മുഖമാണ് നിക് ഓൾഡിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യൽ മാച്ച് കാർഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിലൊരു മാറ്റം വന്നേക്കാം. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ബിൽഡപ്പാണ് ഗുന്തർ വേഴ്സസ് നിക് ഓൾഡിസ് തമ്മിലുള്ള മത്സരത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടാമതായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിലാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നത്. പുതിയ WWE വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാഡർ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. 5 വുമൺ റെസ്ലേഴ്സാണ് പങ്കെടുക്കുന്നത്. ഇടക്കാല വുമൺ ചാമ്പ്യൻ എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് എദം പിയേഴ്സി ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. റിയ റിപ്ലിക്ക് ഇഞ്ചുറി ആയതുകൊണ്ടാണ് ഈ ഇടക്കാല വുമൻസ് ചാമ്പ്യനെ കൊണ്ടുവരുന്നത് എന്നുള്ളതും കൺഫേം ചെയ്യുകയുണ്ടായി. സ്മാക്ഡൗൺ എപ്പിസോഡിൽ 2 ക്വാളിഫയിങ് മത്സരങ്ങൾ നടക്കുകയുണ്ടായി. അതിൽ ജെയ്സി ജെയിൻ എന്ന് പറയുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ കൂടിയായ ടിഫനി സ്ട്രാറ്റൻ ഈ ഒരു ലാഡർ മത്സരത്തിലേക്ക് യോഗ്യത നേടി. ഇത് കൂടാതെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വിജയം ആണെങ്കിൽ കൂടിയും നയ ജാക്സിനെതിരെ ജേഡ് കാർഗിലിനെ വിജയം നേടിയെടുത്തുകൊണ്ട് ക്വാളിഫിക്കേഷനും നേടാൻ സാധിച്ചു. ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ നയ ജാക്സും ഷാർലറ്റ് ഫ്ലെയറും തമ്മിൽ ഒരു മത്സരം നടക്കും. ഇതിൽ വിജയിക്കുന്ന റെസ്ലറിനും ഈ ഒരു ലാഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈ നേടിയെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ 2 ക്വാളിഫൈങ് മത്സരങ്ങളിൽ കൂടി ഈ വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ലാഡർ മത്സരത്തിലേക്ക് ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സിലൂടെ നടക്കും. മൂന്നാമതായി പങ്കുവെക്കാനുള്ളത്, ഇന്ന് സമ്മർ സ്ലാം എന്ന് പറയുന്ന അടുത്ത ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റുമായി ബന്ധപ്പെട്ട് കിക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം WWE സംഘടിപ്പിക്കുകയുണ്ടായി. ഈ കിക്ക് ഓഫ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റിയൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ചലഞ്ചറായ സെത്ത് റോളിൻസ് എന്ന് പറയുന്ന സൂപ്പർ താരം റോമൻ റിയൻസിനെ ഇവിടെയൊന്നും കാണാനില്ല. അദ്ദേഹം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ട് വെക്കേഷനിലേക്ക് പോയിട്ടുണ്ട്. താൻ ഇപ്പോൾ ഒരു ചാമ്പ്യനല്ല, പക്ഷെ ഞാൻ പീപ്പിൾസ് ചാമ്പ്യനാണ്, നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ കൃത്യം ദ റോക്കിൻ്റെ ക്യാച്ച് പ്രൈസ് തന്നെ സെത്ത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. റോക്കിൻ്റെ കസിനായ റോമൻ റിയൻസിനെതിരെയാണ് സെത്ത് സമ്മർ സ്ലാമിൽ മെയിൻ ഇവൻറ്റിൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നേരിടാൻ ഇറങ്ങുന്നത്. കൂടാതെ റോക്കിനെ ഈ കിക്ക് ഓഫ് ഇവൻറ്റിൽ ഈ പ്രോഗ്രാമിൽ വെച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് പ്രൈസ് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് സെത്ത് റോളിൻസ് റോക്കിനുള്ള ഒരു വെല്ലുവിളി കൊടുക്കുകയാണോ, റോക്കിൻ്റെ തിരിച്ചുവരവിനുള്ള സൂചനയാണോ സെത്ത് റോളിൻസ് അവിടെ ഇട്ടിരിക്കുന്നത്? വലിയ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്തായാലും വെറുതെ സെത്ത് റോളിൻസോ WWE റോക്കിൻ്റെ ക്യാച്ച് പ്രൈസ് ഉപയോഗിക്കില്ല. റോക്കിൻ്റെ തിരിച്ചുവരവിന് ഒരു സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് സ്റ്റോറി ലൈനായി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിരിക്കണം സെത്തിൻ്റെ ഈ ഒരു തുറന്ന വെല്ലുവിളി. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം റോമൻ റിയൻസ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് മേജറായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തേത്, റോമൻ റിയൻസ് ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറി എത്രയും കാലത്തേക്ക് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. റോമൻ റിയൻസ് WWEയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാലത്തോളം ഇനി ബ്ലഡ് ലൈൻ ആക്റ്റീവായി തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് റോമൻ റിയൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ലൈൻ ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നും തനിക്കിപ്പോൾ കൂട്ടുകാരൊന്നും
ആളൊന്നുമില്ല. തൻ്റെ കൂടെ ഇപ്പോൾ തൻ്റെ കുടുംബം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി അവരും ഞങ്ങൾ ഈ ചോര കൊടുത്തും ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. അത് എൻ്റെ ആ ഒരു സമയം അവസാനിക്കുന്നത് വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ നിന്നും ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതും റോമൻ റീൻസ് ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഫനാറ്റിക് ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ സംബന്ധിച്ചാണ്. ഇനി എത്ര നാൾ WWE ഉണ്ടായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് റോമൻ റീൻസ് പറയുന്നത് 3-4 വർഷം അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല എന്നാണ്. തൻ്റെ ശരീരം തന്നോട് പറയും അപ്പോഴേക്കും എന്താണ് താൻ ഇനി ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 4 വർഷത്തിലധികം തനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു 4 വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം നിൽക്കുമെന്നും അതിനുശേഷം ചിലപ്പോൾ റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ 1-2 മത്സരങ്ങൾ മാത്രം കളിക്കുന്ന ഒരു താരം, അതായത് റസൽമീനിയയിൽ മാത്രം മത്സരിക്കാൻ വേണ്ടി വരുന്ന ഒരു താരം എന്ന നിലയിലേക്ക് റോമൻ റീൻസ് മാറുമെന്നോ റോമൻ റീൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 വർഷത്തിനുള്ളിൽ റോമൻ റീൻസിൻ്റെ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ വിധത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അധികകാലം ഇല്ല റോമൻ റീൻസ് ഇനി റസ്ലിംഗിൽ എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.